ഞാൻ ചെയ്തൊരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ സ്വാഗതമൊക്കെ, എനിക്ക് എന്താണ് ഈ വീഡിയോ നിന്ന് കിട്ടാനുള്ളത്, അതാണ് എനിക്ക് ആവശ്യം, അപ്പോൾ അത് വേഗം പറയൂ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. മറ്റു വീഡിയോ കാണുമ്പോൾ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ എല്ലാവരും പറയുന്നതല്ലേ, എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്താണോ ആവശ്യമുള്ളത് അതാണ് എനിക്ക് കിട്ടേണ്ടത് എന്നുള്ളൊരു തോന്നലായിരിക്കില്ലേ നമ്മൾക്ക് ഓരോരുത്തർക്കും. അപ്പോൾ ഞാൻ മനസ്സ് നീട്ടുന്നില്ല, അപ്പോൾ ഞാൻ എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് തുടങ്ങുമ്പോൾ ഒരു സ്വാഗതമൊക്കെ പറയാതെ തുടങ്ങുമ്പോൾ ഒരു രസമില്ല, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഷോർട്സിലൂടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാമെന്നാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുത്തു എന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സിമ്പിൾ ആയിട്ടാണ് കേട്ടോ, ഞാൻ ഒരു ചെലവും ചെയ്യാതെ സിമ്പിളായിട്ട് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാമെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുകയാണ് വെച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് ആക്കാനും സാധിക്കും. അപ്പോൾ ഞാൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ നേരെ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ മോണിറ്റൈസ്ഡ് ആക്കാമെന്ന വഴിയാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ ഷോർട്സ് വീഡിയോയിൽ നേടിയ സബ്സ്ക്രൈബേഴ്സ് എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുത്തത് വീഡിയോസിന്റെ വാച്ചവേഴ്സിലൂടെയാണ്. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് എന്റെ ഷോർട്സ് വീഡിയോയിലൂടെയാണ് കേട്ടോ. അപ്പോൾ എന്റെ ചാനൽ എനിക്ക് മോണിറ്റൈസ്ഡ് ആക്കിയെടുക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇത് വലിയ കാര്യമൊന്നുമല്ല, എല്ലാവരും പറഞ്ഞ് പേടിപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം അത്ര വാച്ചവേഴ്സ് ഉണ്ടാകണം, വീഡിയോസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇടണം, പിന്നെ ഷോർട്സ് ഇങ്ങനെ ഇടണം അങ്ങനെ ഇടണം, ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ നല്ല രീതിയിൽ ഷോർട്സും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ അതിനുള്ള ചില ട്രിക്കുകൾ പറഞ്ഞുതരാം. നമ്മൾക്ക് തോന്നണം എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കാം, ഏത് വഴിയിലൂടെ നേടിയെടുക്കാം, എടുത്തു കഴിഞ്ഞാൽ കിട്ടും. നമ്മൾ പല വീഡിയോസും ഷോർട്സ് ഒക്കെ കാണാറുണ്ട് അല്ലേ. അപ്പൊ അവർക്കൊക്കെ വ്യൂസും കാര്യങ്ങളും കിട്ടുമ്പോൾ അവർക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നത് കാണാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ഇപ്പൊ ഞാൻ എടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ എൻ്റെ വീട്ടിലെ ചെറിയ എൻ്റെ മോളുടെ വീഡിയോസ് ചെറുതായിട്ട് ഇടും. എന്ത് തന്നെ ഇടണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യം മോൻ്റെ ഡാൻസ് ഇടും, പക്ഷെ അതിനൊന്നും കമന്റ് ഓൺ ആകത്തില്ല. നമ്മൾ എത്ര തന്നെ കമന്റ് ഓൺ ആക്കി കൊടുത്താലും കമന്റ് ഓൺ ആകത്തില്ല. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു കുട്ടികളുടെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ കമന്റ് ഓഫ് ആകുമെന്ന്. അപ്പോൾ മുതിർന്നവരാരെങ്കിലും ആ വീഡിയോയിൽ ഉൾപ്പെടുകയാണെന്ന് വെച്ചാൽ ഷോർട്സിൽ കമന്റ് ഓൺ ആയി കിട്ടുന്നതായിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ വീട്ടിലെ ചെറിയ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് വരുന്നില്ല, ഷോർട്സിലാണെങ്കിലും വ്യൂസ് ഒന്നും ഇല്ല, സബ്സ്ക്രൈബേഴ്സും കൂടുന്നില്ല എന്ന്. അപ്പൊ ഞാൻ മറ്റുള്ള ചാനലുകൾ വാച്ച് ചെയ്യാൻ തുടങ്ങി, അവർക്ക് എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ പല വീഡിയോസും ഞാൻ കാണാനിടയായി. അപ്പൊ അതിൽ ഒന്ന് എനിക്ക് ക്ലിക്ക് ആയതെന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് വീഡിയോസ് ആണ് കേട്ടോ. എന്റർടൈൻമെന്റ് ആയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറി വരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി, മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ട്. മനസ്സിലായോ? അപ്പൊ ഞാനും അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി. പൂച്ച, പട്ടി, പശു, പിന്നെ അങ്ങനെ മൃഗങ്ങളും ആയാലും പക്ഷികളായാലും അവരുടെയൊക്കെ എന്താണ് പറയാ വീഡിയോസ് എടുത്ത് വെച്ച് അതിനെ റീമിക്സ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അതിശയിക്കുന്ന റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. കാരണം നല്ല വ്യൂസും അതുപോലെ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സും കയറി വരാൻ തുടങ്ങി. ചിലപ്പോൾ 1000-2000 വ്യൂസ് ഉള്ള ഒരു ഷോർട്സിന് 15ഉം 20ഉം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി വരാൻ തുടങ്ങി. അതുപോലെ തന്നെ 5000-10,000 വ്യൂസ് ഉള്ള ഷോർട്സിനും 100ൽ കൂടുതൽ സബ് കയറി വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ തന്നെ അതിശയിച്ചു കേട്ടോ. ഞാൻ ഒരുപാട് അങ്ങനെ ഷോർട്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല സബ് കയറി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ തൊട്ടടുത്ത് കാണുന്നപ്പോൾ പൂച്ച ഓടുന്നുണ്ടാവും, ഇല്ലെങ്കിൽ പൂച്ച ഉറങ്ങുന്നുണ്ടാവും, പൂച്ച പാല് കുടിക്കുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടാവും അല്ലെ. പല മൃഗങ്ങളായാലും പക്ഷികളായാലും അതിൻ്റെയൊക്കെ ചെറിയ 10-15 സെക്കൻഡുള്ള ഷോർട്സ് ആക്കിയിട്ട് വീഡിയോ എടുത്ത് വെക്കുക. മനസ്സിലായോ? അങ്ങനെ എടുത്തു വെക്കുമ്പോൾ നമുക്ക് സന്ദർഭം കിട്ടുമല്ലോ. ഓരോ വീഡിയോസോ അല്ലെങ്കിൽ ഷോർട്സോ ഒക്കെ കാണുമ്പോൾ ഓരോ സന്ദർഭം കിട്ടും. അതിന് ക്ലിക്ക് ആവുന്ന ഷോർട്സിൽ നമ്മൾ എടുത്തു വെച്ച ഷോർട്സ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് കയറി വരും. ഞാൻ ആദ്യം എനിക്കറിയില്ലായിരുന്നു. 1 മാസം 1.5 മാസത്തോളം നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇതൊക്കെ പഠിച്ചു വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇങ്ങനെ എന്റർടൈൻമെന്റ് ആയിട്ട് ഷോർട്സ് ഇടുമ്പോൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വാച്ചവേഴ്സും കയറി വരും. മനസ്സിലായില്ലേ? സബ്സ്ക്രൈബേഴ്സ് മാത്രമായിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആണ് വേണ്ടത് ക്രൈറ്റീരിയയിൽ.
പിന്നെ 4000 വാച്ച് അവേഴ്സും വേണം. ഷോർട്സിലൂടെ ആയി കിട്ടിയാൽ കുഴപ്പമില്ല, വ്യൂസ് എന്താ പറയുക 100 കോടിയൊക്കെ ആയി കിട്ടിയാൽ കുഴപ്പമില്ല. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് അവേഴ്സ് ആകണമെങ്കിൽ വീഡിയോസ് ഇടണമല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്റർടൈൻമെന്റ് ആയിട്ട് 2 ഷോർട്സ് ഇടുകയാണെന്ന് വെച്ചാൽ 1-2 മിനിറ്റാണെങ്കിലും ഡെയിലി ആണെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് വീഡിയോ തന്നെ ആകണമെന്നൊന്നുമില്ല. നമ്മുടെ ഫാമിലി ബ്ലോഗുമായി ബന്ധപ്പെട്ട വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ, നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വാച്ച് അവേഴ്സ് കയറി വരും. ടിപ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എന്ന് പറയുന്നത് വീഡിയോസ് ഇടുമ്പോൾ ഞാനൊരു ഇത് പറയാം, നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വ്യൂസും വാച്ച് അവേഴ്സും പെട്ടെന്ന് കയറി വരും കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോനെ കുറിച്ചൊന്ന് പറയാന്ന് വെച്ചാൽ, ഞാൻ ചെയ്തത് എനിക്ക് വാച്ച് അവേഴ്സ് നേടുന്ന വീഡിയോ എന്ന് പറയുന്നത് ചപ്പൽ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്, ഇന്ന വീഡിയോ ഒന്നുമില്ല, എല്ലാ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഏത് വീഡിയോ ആണോ വ്യൂസും വാച്ച് അവേഴ്സും കിട്ടുന്നത് അതിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റുള്ള വീഡിയോകൾ കാണത്തില്ലേ, അപ്പോൾ അവർക്ക് എങ്ങനെയാണോ വാച്ച് അവേഴ്സ് കയറി വരുന്നത് അല്ലെങ്കിൽ വ്യൂസ് കയറി വരുന്നത് അതിനനുസരിച്ച് ഞാനും ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യുക. അപ്പോൾ ഞാൻ ചപ്പൽ ക്ലീനിങ് ആണ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അല്ലേ. അപ്പോൾ അത് ഇപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്താ പറയുക ആലോചിച്ച് നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും വാച്ച് അവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കയറി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പെട്ടെന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് നേടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്റർടൈൻമെന്റ് ഷോർട്സ് ഇടുക. ഞാൻ എൻ്റെ പഴയ ഷോർട്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. എത്ര സബ് കിട്ടി, എത്ര വ്യൂസ് കിട്ടി, എങ്ങനെയുള്ള ഷോർട്സ് ആണ് ഞാൻ ഇട്ടത് എന്നെല്ലാം ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, പലരും പറയുന്നുണ്ട് എനിക്ക് 100 സബ് പോലും ആയിട്ടില്ല ചേച്ചി, എന്താ ചെയ്യുക, എൻ്റെ ചാനൽ ചെക്ക് ചെയ്യോ, എന്താ എൻ്റെ ചാനലിലെ കുഴപ്പമെന്നൊക്കെ നോക്കി തരുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ചെയ്തൊരു ട്രിക്കാണ്, അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇത് വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഏകദേശം 10-80 കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ അതും കൂടെ കാണുക. ബിഗിനേഴ്സിനായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് ഞാൻ എന്തൊക്കെ തരത്തിലുള്ള ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്ത് എനിക്ക് എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ലോങ് വീഡിയോ നിന്നും എഡിറ്റ് ഇൻറ്റു ഷോർട്സ് ആക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പഴയ കുറേ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഉണ്ട്, അതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി ഇട്ട ഷോർട്സുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഷോർട്സുകളാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. 1000-ഓളം വീഡിയോസ് എത്താനായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തതായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. അപ്പോൾ കൂടുതലും ഷോർട്സ് വീഡിയോകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ലോങ് വീഡിയോ വളരെ കുറവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷോർട്സ് കാണിച്ചു തരാം. ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് 27 ആണ്. 8000-ൽ കൂടുതൽ വ്യൂസ് ഉണ്ട് കേട്ടോ. ഷെയർ 6 പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഷോർട്സുകളുണ്ട്. ഇത് ദോശയമ്മ ദോശയാണ് കേട്ടോ. ഇതിൽ 8 സബ്സ്ക്രൈബർ ഉണ്ട്. ഞാൻ ഇനി ഒരു ദോശയമ്മ ദോശൻ്റെ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ 6000-ൽ കൂടുതൽ വ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ 16 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ വേഗത്തിൽ കാണിക്കുകയാണ്. ഈ കോഴിൻ്റെ കാണിച്ചു തരാം കേട്ടോ ഷോർട്സ്. ഇതിൽ 3000-ലുണ്ട്. 20 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പല ഷോർട്സിനും നല്ല സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. ഞാൻ തപ്പിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഡോഗിൻ്റെ കാണിച്ചു തരാം. ഇതിൽ 6000-ൽ കൂടുതലുണ്ട്. അതിൽ നല്ല സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 53 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു തരില്ല. ഞാനിങ്ങനെ ഓരോ ഷോർട്സ് എടുത്ത് പ്രത്യേകം പറഞ്ഞു തരുന്ന കണ്ടില്ലേ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഈ കോഴിൻ്റെ ഇതിലും സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ എൻ്റെ ഷോർട്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. നായ, പശു, കാക്ക, പൂച്ച, അങ്ങനെ ഒരുപാട് ഷോർട്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ കുട്ടികളുടെ ഷോർട്സ് ഇട്ടതിനൊന്നും തീരെ വ്യൂസ് ഇല്ല കേട്ടോ. കണ്ടില്ലേ, വളരെ ചുരുക്കം വ്യൂസ് ആണുള്ളത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്ത പോലെയുള്ള എന്റർടൈൻമെന്റ് വീഡിയോകൾ നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടി വരും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ